ഗുഡ് മോർണിംഗ് കേരളം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചില ദിവസങ്ങളിലൊക്കെ തോന്നാറുണ്ട് ഇന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ലത് നടക്കുമെന്ന്. ചില ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടും ഫലം കിട്ടാത്തതുപോലെയൊക്കെ തോന്നാം. അപ്പോഴാണ് പലപ്പോഴും നമ്മൾ പാതി വഴിയിൽ നിന്ന് പോകുന്നത്. പക്ഷേ ഞാൻ ഇന്നൊരു ചെറിയ കഥ പറയാം. ഒരു കർഷകൻ ഒരു മാവിൻ തൈ നട്ടു. എല്ലാ ദിവസവും അയാൾ അതിന് വെള്ളം ഒഴിച്ചു. ദിവസങ്ങൾ കടന്നുപോയി, പക്ഷേ പുറത്തേക്ക് ഒരു മാറ്റവും കണ്ടില്ല. ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ കർഷകൻ ആകെ നിരാശനായി. ഇത്രയും നോക്കിയിട്ടും ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് അയാൾ അറിയാതെ ഒന്ന് ചിന്തിച്ചുപോയി. പക്ഷേ മണ്ണിനടിയിൽ മറ്റൊരു കഥ നടക്കുകയായിരുന്നു. ആ തൈയുടെ വേരുകൾ പതിയെ വളരുകയായിരുന്നു. പുറത്തേക്ക് ഒന്നും കാണാത്ത സമയത്തായിരുന്നു അതിൻ്റെ അടിത്തറ ശക്തമാകുന്നത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ തൈ മുളച്ചു, പിന്നെ വളർന്നു. ഒടുവിൽ അത് വലിയൊരു മാവായി മാറി. നമ്മുടെ ജീവിതവും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ പഠിക്കുന്നതും പരിശ്രമിക്കുന്നതും സ്വപ്നങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതും എല്ലാത്തിനും ഉടൻ ഫലം കിട്ടണം എന്ന് നിർബന്ധമില്ല. പക്ഷേ അതിനർത്ഥം നമ്മുടെ ശ്രമങ്ങളൊന്നും വെറുതെ ആകുന്നു എന്നുമല്ല. അത് ഓർമ്മിപ്പിക്കാൻ തോമസ് എഡിസന്റെ ഒരു പ്രശസ്തമായ വാക്കുണ്ട്. അതിങ്ങനെയാണ് കേട്ടോ: our greatest weakness lies in giving up. അതായത് നമ്മുടെ ഏറ്റവും വലിയ ദൗർബല്യം പിന്മാറുന്നതിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാം മാറ്റിമറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയ ചുവട് മതി. ഇന്നലെ കഴിഞ്ഞു പോയി, നാളെ എന്താകുമെന്ന് നമുക്ക് അറിയത്തുമില്ല. പക്ഷേ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം എന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. ഒരു ശ്രമം കൂടി നടത്തി നോക്കൂ, ഒരു നല്ല തീരുമാനം എടുത്തു നോക്കൂ, ഒരു ചെറിയ ലക്ഷ്യം പൂർത്തിയാക്കൂ. കാരണം വലിയ വിജയങ്ങൾ പലപ്പോഴും വലിയ ചുവടുകളിലൂടെ വരുന്നതല്ല, ദിവസവും എടുക്കുന്ന ചെറിയ ചെറിയ ചുവടുകളിലൂടെയൊക്കെയാണ് വരുന്നത്. പുറത്ത് മാറ്റമൊന്നും കാണുന്നില്ലെന്ന് കരുതി നിങ്ങളുടെ യാത്ര ഒരിക്കലും നിർത്തരുത്. ഒരുപക്ഷെ നിങ്ങളുടെ വേരുകൾ ഇപ്പോൾ വളരുന്ന സമയമായിരിക്കാം. അതിനാൽ ഇന്നത്തെ ദിവസം ഒരു ചെറിയ പ്രതീക്ഷയോടെ തുടങ്ങാം. എനിക്ക് കഴിയില്ല എന്നതിന് പകരം ഞാൻ ഒന്നും കൂടി ശ്രമിക്കാം. ആ ഒരു ചിന്ത മതി ഒരു പുതിയ തുടക്കത്തിന്. അച്ചാൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് മോർണിംഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. മെസ്സി തട്ടിപ്പ് വിവാദത്തിൽ സമഗ്ര അന്വേഷണം വരുന്നു. വിജിലൻസ് അന്വേഷണം ഉടൻ. മുൻ മന്ത്രി അബ്ദുറഹ്മാനെതിരെയും അന്വേഷണത്തിന് സാധ്യത. ജാതീയ അന്വേഷണത്തിൽ കടുത്ത പ്രതിഷേധവുമായി കോൺഗ്രസ്. മല്ലികാർജുൻ ഖാർഗെ അധിക്ഷേപിച്ചെന്നാരോപിച്ച് ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധം. ശ്രീരാമസേനയുമായി ബന്ധമില്ലെന്ന് BJP. വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവിക്കായി കോൺഗ്രസിൽ ബലാബലം. ദീപ്തി മേരി വർഗീസിനായി KC പക്ഷം, ഐഷ പോറ്റിക്കായി സമ്മർദ്ദ നീക്കവുമായി BD പക്ഷവും. ഗണേഷ് കുമാറിന് പിന്നാലെ NSS നേതൃത്വത്തിനെതിരെ നായർ സംരക്ഷണ സമിതി. NSS ആസ്ഥാനത്തേക്ക് ജാഥ നടത്തും. തെരഞ്ഞെടുപ്പ് രഹസ്യ ബാലറ്റിലൂടെ നടപ്പാക്കണം എന്ന ആവശ്യം. സമാന്തര നീക്കത്തോട് മൗനം പാലിച്ച് നേതൃത്വം. ബംഗളൂരുവിൽ ബസ് അപകടം നടന്നയിടത്ത് KSRTCക്ക് നേരെ മുട്ടയേറ്. അപകടം അട്ടിമറി എന്ന സംശയം. അന്വേഷണം പ്രഖ്യാപിച്ച് ഗതാഗത മന്ത്രി. അപകടം ഒഴിവായത് തലനാരിഴയ്ക്കെന്ന് ഡ്രൈവർ. ഉത്തരാഖണ്ഡ് ചമോലിയിൽ തുരങ്കം തകർന്ന അപകടം. കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികൾക്കായി രക്ഷാപ്രവർത്തനം തുടരുന്നു. 15 പേരെ രക്ഷപ്പെടുത്തി. ഹോർമൂസിൽ അവകാശവാദവുമായി അമേരിക്കയും ഇറാനും. ഹോർമൂസിലൂടെ കപ്പലുകൾ കടന്നുപോകുന്നെന്ന് US വാദം ഇറാൻ തള്ളി. അനുമതിയില്ലാതെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്ന് IRGC. അച്ചാൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് മോർണിംഗിൽ ഇനി വാർത്തകൾ വിശദമായി. മെസ്സിയെ കേരളത്തിൽ എത്തിക്കാൻ നടന്നതിന്റെ മറവിലെ സാമ്പത്തിക തിരിമറി ആരോപണത്തിൽ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. കരാർ നൽകിയതിൽ അടക്കം
അടിമുടി ദുരൂഹത നിലനിൽക്കെയാണ് സർക്കാരിന്റെ നിർണായകമായ നീക്കം. മുൻ മന്ത്രി അബ്ദുറഹ്മാനെതിരെയും അന്വേഷണമുണ്ടാകും. കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ബി വിനോദാണ് നമ്മളുമായി ചേരുന്നത്. വിനോദ്, മെസ്സിയെ കേരളത്തിൽ എത്തിക്കാനുണ്ടായ നടപടി, അതിനെ തുടർന്നുള്ള നീക്കങ്ങൾ, ഇതിലുണ്ടായിട്ടുള്ള വിഷയങ്ങൾ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ക്രമക്കേടുകൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് തുടർ നടപടികൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സിറ, ഗുഡ് മോർണിംഗ്. ഇതിൽ മുഖ്യമന്ത്രിയാണ് ഇനി ഒരു നിർണായകമായ തീരുമാനമെടുക്കേണ്ടത്. അദ്ദേഹത്തിന് മുന്നിലാണ് ഈ ഫയൽ ഉള്ളത്. കായിക വകുപ്പ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്കാണുള്ളത്. തീർച്ചയായും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വലിയ അന്വേഷണങ്ങൾ ഇതിലുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. വിജിലൻസിൻ്റെ അന്വേഷണം ഉണ്ടായേക്കും. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ EDയുടെ അന്വേഷണം ഉണ്ടാകും. കാരണം ഒരു വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ഇടപാടുകളാണ് ഇതിൻ്റെ കേസ് നടക്കുന്നുവെന്ന് ഇതിൻ്റെ കരാറുകാരൻ അല്ലെങ്കിൽ റിപ്പോർട്ടർ TVയുടെ ഉടമ വ്യക്തമാക്കുന്നത്. വിദേശത്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ രേഖകൾ പുറത്ത് പറയാൻ പറ്റില്ല എന്നൊരു നിലപാടൊക്കെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. പക്ഷേ ഇതിൽ അന്വേഷണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഈ രേഖകളെല്ലാം തന്നെ അന്വേഷണ ഏജൻസിക്ക് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഇതിൽ പലതും കൃത്രിമമായി ചമച്ചതാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഒരു വശത്ത് വരുന്നുണ്ട്. മാത്രമല്ല, ഈ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടായി. ഒരു ടെൻഡർ പോലും ഇല്ലാതെയാണ് ഇത്രയും വലിയൊരു പരിപാടിക്ക് വേണ്ടി കരാറുകാരനെ തിരഞ്ഞെടുത്തത്. മാത്രമല്ല, ആദ്യം ഗോൾഡ് മർച്ചൻ്റ് അസോസിയേഷനാണ് ഈ പരിപാടി നടത്താൻ വേണ്ടി ഇതിൻ്റെ സ്പോൺസേഴ്സായി എത്തിയത്. പിന്നീട് അവർ ഉപേക്ഷിച്ചപ്പോൾ തങ്ങൾ ഏറ്റെടുത്തു എന്നാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ വ്യക്തമാക്കുന്നത്. പക്ഷേ അവരുടെ വരവ് തന്നെ ഈ ദുരൂഹമാണ്. ഒരുപക്ഷെ ഇങ്ങനെ രണ്ടാമത് ഇത് ഏറ്റെടുക്കുന്നതിന് വേണ്ടി ആദ്യം അങ്ങനെ ഒരു സ്പോൺസർ വന്നതാണോ എന്ന തരത്തിലുള്ള സംശയങ്ങളും ഒക്കെ തന്നെ ഉയരുന്നുണ്ട്. എങ്കിൽ തന്നെയും ഏത് തരത്തിലായാലും ഇങ്ങനെ ഒരു കരാറുകാരനെ കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്പോൺസറെ കണ്ടെത്തുമ്പോൾ അതിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. ഇത്രയും വലിയൊരു തുകയുടെ പദ്ധതിയാണ്. അതിൽ ഒരു മത്സരാധിഷ്ഠിതമായ കാര്യങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഉണ്ടായില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ചില സംശയങ്ങൾ ഉയർന്നു വരുന്നത്. കഴിഞ്ഞ മന്ത്രിസഭയിലെ കായിക മന്ത്രിക്കെതിരെയും അബ്ദുറഹ്മാനെതിരെയും അന്വേഷണം ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ കായിക വകുപ്പിൻ്റെ അന്വേഷണത്തിൽ ഒട്ടനവധി ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലാണ് ഇനി വിശദമായ അന്വേഷണം വരേണ്ടത്. സേറ, ശരി. ബി വിനോദാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിവരങ്ങൾ നമുക്ക് നൽകിയത്. കോഴിക്കോട് ബംഗളൂരു KSRTC ബസ് അപകടത്തിൽപ്പെട്ട് ഡ്രൈവറും കണ്ടക്ടറും മരിച്ച സംഭവത്തിൽ നിർണായകമായ വഴിത്തിരിവ് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്ന് കാസർഗോട്ടേക്ക് വരികയായിരുന്ന KSRTC ഡിലക്സ് ബസ്സിന് നേരെയുണ്ടായ മുട്ടേറ് ഇതിന്റെ സംശയം ബലപ്പെടുത്തുന്നു. അന്ന് അപകടം നടന്ന അതേ സ്ഥലത്ത് വെച്ചാണ് മുട്ടേറുണ്ടായത്. ഡ്രൈവറുടെ സന്ദർഭോചിതമായ ഇടപെടലിനെ തുടർന്ന് ഒഴിവായതൊരു വൻ ദുരന്തമാണ്. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായി കിട്ടിയത്. സംഭവത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം KSRTC പരാതി നൽകിയിട്ടുമുണ്ട്. ബസ് ഡ്രൈവർ സുരേഷ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ ദിവസമാണ് ബാംഗ്ലൂരിൽ നിന്നും കാസർഗോഡേക്ക് വരുന്ന ഡീലക്സ് ബസ്സിന് നേരെ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള അനുഭവം ഉണ്ടായത്. അതായത് ബസ്സിന് നേരെ മുട്ടയെറിഞ്ഞ് ബസ് കവർച്ച ഉൾപ്പെടെ നടത്തുന്ന സംഘങ്ങൾ ഉണ്ടെന്നാണ് സംശയിക്കുന്നത്. അതിൽ നമ്മോടൊപ്പം ആ ഡ്രൈവർ തന്നെ ചേരുന്നുണ്ട്. സുരേഷാണ്. എന്താണ് നിങ്ങൾക്കുണ്ടായ അനുഭവം? എവിടെയാണ് ഈ ഒരു മുട്ടയേറുണ്ടായത്? ബാംഗ്ലൂരിൽ നിന്ന് 30 കിലോമീറ്റർ പിന്നിട്ട് ബിഡതി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വെച്ച് പിന്നെ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ വെച്ച് ബസ് പോകുമ്പോൾ സർവീസ് റോഡ് മുകളിലും ഞങ്ങൾ താഴെയായി വരും. അവിടെ വെച്ച് ഒരു 3 പേര് നിന്ന് മുട്ടയെറിഞ്ഞു. 2 പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ബൈക്കും ഉണ്ടായിരുന്നു, 2 ബൈക്കും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മുട്ടയെറിഞ്ഞ ഉടനെ നമ്മൾ പെട്ടെന്ന് എന്താണ് ചെയ്യണമെന്നില്ല ഒരു ഇതിൽ പിന്നെ വൈപ്പർ ഇടുന്നത് സേഫ് അല്ലാന്ന് എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ മുട്ടയുടെ ചോർന്നൊലിച്ച ഭാഗത്തിൻ്റെ ഇടയിൽ കൂടെ മാക്സിമം വട്ടത്തേക്ക് പോയി വെളിച്ചൂലെടുത്ത് പോയി ഒരു 2-3 കിലോമീറ്റർ പോയി വെളിച്ചൂലെടുത്ത് വെച്ച് ഗ്ലാസ്സൊക്കെ ക്ലീനാക്കി മേലധികാരികളെ വിവരം അറിയിച്ചു. അവിടുന്ന് പിന്നെ നമ്മൾ യാത്ര തുടർന്നു. ഈ നേരത്തെ ഒരു അപകടം നടന്നൊരു സ്ഥലമുണ്ടല്ലോ കോഴിക്കോട്, ആ സ്ഥലത്ത് തന്നെയായിരുന്നു അതേ സ്പോട്ട് തന്നെ. അത് റോഡിൻ്റെ അപ്പുറത്തായിരുന്നു. ബാംഗ്ലൂരേക്ക് പോകുന്നതായിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതായിരുന്നു. 2 ഒരേ സ്പോട്ടാണ്. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇത് എത്ര പേരുണ്ടായിരുന്നു ഇവർ സംഘത്തിൽ? മൊത്തം 5 പേരാണ് നമ്മൾ ഒറ്റനോട്ടത്തിൽ കണ്ടത്. പിന്നെ 2 ബൈക്കും പിന്നെ പുറത്ത് 2 ആളിരിക്കുന്നു. 3 പേര് നിന്ന് മുട്ടയെറിയുന്നുണ്ടായിരുന്നു. ബസ്സിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു? ബസ്സിലൊരു 15ഓളം യാത്രക്കാരാണ്. ബാക്കിയുള്ളവർ നമുക്ക് മൈസൂരിൽ നിന്നായിരുന്നു ബുക്കിംഗ്. അപ്പോൾ ബാംഗ്ലൂർ നിന്ന് 10-15 പേര് ബസ്സിലുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു.
എന്തായാലും ഡ്രൈവറുടെ കൃത്യമായ ഇടപെടലാണ് ഒരു പക്ഷേ വലിയൊരു അപകടം ഒഴിവായെന്ന് പറയേണ്ടി വരും. ഇതിൽ ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് കഴിഞ്ഞ ദിവസം സമാന രീതിയിലുള്ള വാഹന അപകടത്തിൽപ്പെട്ട് ഡ്രൈവറും കണ്ടക്ടറും മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇതേ സ്ഥലത്താണ് ആ അപകടമുണ്ടായത്. ഒരു പക്ഷേ ഇത് സമാനമായ അനുഭവം ആ ബസ്സിലും ഉണ്ടായോ എന്നതാണ് ഇനി അന്വേഷിക്കേണ്ടത്. ഏതായാലും ഇത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇത്തരത്തിൽ മുട്ടയെറിഞ്ഞ് വാഹനം കവർ ചെയ്യുന്ന നേരത്തെയും ഈ ഒരു മൈസൂർ ബാംഗ്ലൂർ പാതയിൽ ഉണ്ടായിരുന്നു. ഇനി അത്തരത്തിലുള്ള സംഘങ്ങൾ വീണ്ടും സജീവമായി എന്ന് വേണമോ മനസ്സിലാക്കാൻ. ഏതായാലും ഇതിൽ കൃത്യമായ അന്വേഷണം വേണം. ഇതിൽ പരാതി നൽകിയിട്ടുണ്ട്, KSRTC പരാതി നൽകിയിട്ടുണ്ട്. അതിനപ്പുറം ഇത് ഗതാഗത മന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ട വളരെ ഗൗരവമുള്ള യാത്രക്കാരുടെയും അതുപോലെ തന്നെ ഡ്രൈവർമാരുടെയും സുരക്ഷയെ ബാധിക്കുന്ന ആ ഒരു പ്രശ്നമാണ്. ഇതിൽ കൃത്യമായൊരു അന്വേഷണം നടത്തേണ്ട ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്നും KB ബൈജു ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ബൈജു, കഴിഞ്ഞ ദിവസം ഈ ബാംഗ്ലൂരുണ്ടായ അപകടം, അതിന്റെ ദൃശ്യങ്ങളൊക്കെ വളരെ ഭീതിപ്പെടുത്തുന്നതായിരുന്നു. ഡ്രൈവറും കണ്ടക്ടറും മരിച്ച ഒരു സംഭവം ഉണ്ടായി. ഇപ്പോഴാണ് അതേ ഭാഗത്ത് വെച്ച് തന്നെ KSRTC ഡീലക്സ് ബസ്സിനെതിരെ മോഷണ ശ്രമത്തിന്റെ ഭാഗമായി മുട്ടേറുണ്ടായ ഒരു സംഭവം പുറത്തു വന്നത്. ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? സറ, ആഗസ്റ്റ് 8-നാണ് ഇത്തരത്തിൽ വലിയ അപകടമുണ്ടായത്. KSRTC ബസ് അപകടത്തിൽപ്പെട്ട് ഡ്രൈവറും കണ്ടക്ടറും മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഡ്രൈവർക്ക് പരിചയമില്ലാത്ത ഡ്രൈവറാണ്, അത്തരത്തിലുള്ളൊക്കെ വലിയ ആരോപണം ഉയർന്നിരുന്നു. അങ്ങനെ അതിലൊരു കാരണം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതിനിടയിലാണ് ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ബാംഗ്ലൂരിൽ നിന്നും കാസർഗോഡേക്ക് പുറപ്പെട്ട ബസ് അതേ സ്ഥലത്ത് വെച്ച് സമാന രീതിയിൽ അപകടത്തിൽപ്പെടാൻ രീതിയിൽ ഈ ബസ്സിന്റെ ഗ്ലാസിന് നേരെ മുട്ടയേറുണ്ടായി. 5 പേരാണ് ആ സംഘത്തിലുണ്ടായിരുന്നത്. 2 ബൈക്കുകളിലായി എത്തിയ സംഘമാണ് ഇത്തരത്തിൽ മുട്ടയേറ് നടത്തിയെന്ന് ഈ ഡ്രൈവർ ആദ്യമായി ന്യൂസ് 8 പറയുന്നു. അങ്ങനെ ഒരു അപകടം ഉണ്ടാക്കി ഒരു അട്ടിമറി, അതാണോ ഈ ഒരു സംഭവത്തിന് പിന്നിലെന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. അതായത് ആഗസ്റ്റ് 8-ന് ഈ വാഹനാപകടം ഉണ്ടായ അതേ സ്ഥലത്തിന് അടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അപകടം ഉണ്ടായത്. ഇതാണ് ഇതിന് സംശയത്തിന് ബലപ്പെടുന്നത്. മാത്രമല്ല, വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ആ സംഭവം നടന്ന് വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ മറ്റൊരു അപകട സാധ്യത. നമുക്കറിയാം, ബാംഗ്ലൂർ അതുപോലെ തന്നെ മൈസൂർ ഈ റൂട്ടിൽ നേരത്തെ നിരവധി യാത്രക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെ, അത് കാറിലൊക്കെ പോകുന്നവർക്ക് നേരെ ഇത്തരത്തിലുള്ള സമാനമായ രീതിയിലുള്ള വലിയ അക്രമം നടന്നിരുന്നു. മുട്ടയേറുണ്ടായിരുന്നു. വാഹനങ്ങൾ ബൈക്ക് വെച്ച് തടഞ്ഞ് കവർച്ച നടത്തുന്ന ഒക്കെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു സ്ഥലമാണ്. പക്ഷെ അതൊരു KSRTC ബസ്സിന് നേരെ ഇത്തരത്തിൽ അക്രമം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ മുട്ടയേറ് നടത്തി അട്ടിമറി ശ്രമം നടത്തുമ്പോൾ അത് വളരെ ഗൗരവമുള്ള സംഭവമാണ്, വളരെ ആശങ്കപ്പെടുത്തുന്ന സംഭവമാണ്. ഒരുപാട് മലയാളികൾ ഈ ബസ്സിലായാലും സ്വന്തം വാഹനത്തിലായാലും യാത്ര ചെയ്യുന്ന ഒരു പ്രദേശമാണിത്. ഇത് 9:15 ഈ സംഭവം നടക്കുന്നതെന്നാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതായത് 12 മണിക്ക് ശേഷവും പുലർച്ചെ ഒരു 3 മണിക്ക് 2 മണിക്കും ഒക്കെ ഇത്തരത്തിൽ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ തന്നെ ഈ റൂട്ടിൽ പലതവണ യാത്ര ചെയ്യുന്നതാണ്. രാത്രി യാത്ര ചെയ്യുമ്പോൾ സമാനമായ പല സംഭവങ്ങളുണ്ടായി, നമുക്കൊക്കെ അനുഭവങ്ങളുണ്ട്. പക്ഷെ അതൊരു KSRTC ബസ്സിന് നേരെ ഇത്തരത്തിൽ നടത്തുമ്പോൾ അത് വളരെ ഗൗരവത്തിലെടുക്കുന്നു. അതായത് ഒരു മാസത്തിനിടെ തന്നെ 2ാമത്തെ വാഹനം ഇത്തരത്തിൽ അപകടപ്പെടുത്താൻ ശ്രമം നടക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഡ്രൈവറുടെ സന്ദർഭോചിതമായ ഇടപെടൽ തന്നെയാണ്. അദ്ദേഹം അതിൽ വ്യക്തമാക്കുന്നുണ്ട്. ആ ഗ്ലാസ് ഇദ്ദേഹത്തിന് ഇത് അറിയാം, പരിചയമുള്ളതുകൊണ്ട് ഇയാൾ വേപ്പറിട്ടില്ല. വേപ്പറിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ആ ബസ് അപകടത്തിൽപ്പെടും. ഇതൊരു സർവീസ് റോഡും കൂടിയാണ്, വളരെ ചെറിയ റോഡാണ്, അത്യാവശ്യം വേഗതയിലാണ് ബസ്സുകളൊക്കെ ഇതിൽ യാത്ര ചെയ്യുന്നത്. തീർച്ചയായും അപകടത്തിൽപ്പെടും. സമാന രീതിയിലാണ് നേരത്തെ ഈ അപകടത്തിൽപ്പെടുന്നതും ബസ് പോസ്റ്റിലിടിക്കുന്നതും ഡ്രൈവറും കണ്ടക്ടറും മരിച്ചതോടെ അതിൽ എന്താണ് കാരണം, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അതിൽ പാസഞ്ചറൊക്കെ പിറകിലാണ്, അവർക്ക് ഈ സംഭവം എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഈ സംഭവത്തിലേക്ക് വന്നാൽ ഇതിൽ 16 പാസഞ്ചർ ഉണ്ടായിരുന്നു. ഡ്രൈവർ കാഞ്ഞങ്ങാട് സ്വദേശിയായ ആളാണ്. ഡ്രൈവർ ആ കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. 5 പേർ വരുന്നു, ബസ്സിന് നേരെ മുട്ടയെറിയുന്നു. മുട്ടയെറിഞ്ഞതിന് ശേഷം ഇദ്ദേഹം വളരെ ദൂരം നിർത്തിയതിനു ശേഷം വളരെ പണിപ്പെട്ടാണ് ആ മുട്ടയുടെ ആ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി പിന്നീട് യാത്ര തുടരുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ബംഗളൂരുവിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഓർക്കേണ്ടത്, പോലീസും ചില സംഘങ്ങളും ഒത്തുകളിക്കുന്ന ഒക്കെ നമ്മൾ ഈ ഭാഗത്തു നിന്നും നേരത്തെ വാർത്തകൾ കണ്ടിരുന്നു. പ്രത്യേകിച്ച് ഈ മാണ്ഡ്യ, എലിവാല്
തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം രാമനഗര ബിദാടി ഒക്കെ ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത് ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളാണ്. ഏതായാലും ഇതിൽ വളരെ ഗൗരവമേറിയ ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ ആവശ്യം വരുന്നത്. കാരണം ഇപ്പോൾ ഓണ സീസൺ കൂടിയാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സംഘങ്ങൾ വീണ്ടും ഇവിടെ തലപൊക്കുന്നു എന്നാണ് കർണാടക പോലീസിന്റെ ഭാഗത്ത് കൃത്യമായ ഇടപെടൽ വേണം. ഇത് മന്ത്രിതല ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഗൗരവമായ ഒരു അന്വേഷണം ഉണ്ടാകും. കാരണം ചില പോലീസുകാരുമായി ഒത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നു. നേരത്തെ ഒരു ലോറി ഇടിച്ച് ഒരു കാറിനിടിച്ച് 5 പേർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ വാഹനത്തിലുണ്ടായിരുന്ന സ്വർണവും പണവും എല്ലാം മോഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു സംഭവമാണ്. ഇതിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ ഡ്രൈവർ ന്യൂസ് 8നോട് ആദ്യമായി പങ്കുവച്ചത്. ഏതായാലും ആ സംഭവമായി ആഗസ്റ്റ് 8 കോഴിക്കോട് നിന്നും പുറപ്പെട്ട ബംഗളൂരുവിലേക്ക് പുറപ്പെട്ട ആ ബസ് അപകടത്തിൽപ്പെട്ട സംഭവമായി സമാന സാഹചര്യമാണ് ഇതിന് കാണുന്നത്. വലിയൊരു അട്ടിമറി തന്നെയാണ് ഇതിൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് മന്ത്രിതല ഇടപെടലും കാര്യമായ ഒരു അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സറ ബൈജു, അപ്പോൾ ഒരു കാര്യം കൂടി, ഓണക്കാലമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളൊക്കെ ഒരുപാട് ജോലി ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് ബാംഗ്ലൂർ. ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രകളൊക്കെ ഇനിയിപ്പോൾ കൂടാൻ പോവുകയാണ്. അപ്പോൾ യാത്രക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ 2 സംഭവങ്ങൾ, അടുപ്പിച്ചുണ്ടായ 2 സംഭവങ്ങൾ നമുക്ക് ശരിക്കും പേടി തോന്നിക്കുന്ന രീതിക്കുള്ളതാണ്. ഇതിനൊക്കെതിരെ നമ്മുടെ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കർണാടക സർക്കാരിൻ്റെ ഒക്കെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും സുരക്ഷാ നടപടികളോ നീക്കങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതകളുണ്ടോ? സറ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭയപ്പെടുത്തുന്നതാണ്, ആശങ്കപ്പെടുത്തുന്നതാണ്. ഇനി അങ്ങോട്ട് വരും ദിവസങ്ങളിൽ നിരവധി ആളുകൾ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ബസ്സുകളിലെല്ലാം ഇനി നിറയെ യാത്രക്കാരായിരിക്കും. കാരണം ട്രെയിനുകൾ വളരെ കുറവാണ്. ട്രെയിനുകളിൽ ടിക്കറ്റെല്ലാം നേരത്തെ തന്നെ ബുക്കായ സാഹചര്യമുണ്ട്. മാത്രമല്ല ബസ്സിൽ 800-ഉം 1000 രൂപ കാസർഗോഡേക്ക് ഇതിൽ യാത്രാക്കൂലിയാണെങ്കിൽ അത് 2000-ഉം 3000-ഉം ഒക്കെ ആവുന്ന സമയമാണ്. ഈ സമയം ലക്ഷ്യമിട്ട് കൃത്യമായ ഒരു സംഘം ഇത്തരത്തിൽ ഈ ഒരു കവർച്ച ഉൾപ്പെടെ നടത്തുന്ന സംഘം ഇറങ്ങിയിട്ടുണ്ടോ എന്ന സംശയമാണ് ഇതിൽ ബലപ്പെടുന്നത്. ഏതെങ്കിലും തരത്തിൽ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് ഇതുവരെ ഈ ഒരു സംഭവത്തിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ആഗസ്റ്റ് 8 നടന്ന സംഭവം, അതിൽ കൃത്യമായ ഒരു കാരണം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം ഈ സംഭവത്തിലും പരാതി നൽകിയിട്ടുണ്ട്. മന്ത്രിയുടെ ഓഫീസിൽ നിന്നും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഇതിൽ അട്ടിമറി സംശയം ബലപ്പെടുന്നു. അതുകൊണ്ട് വിശദമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് ഏജൻസി അന്വേഷിക്കും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നും ആ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടില്ല. അത് ഗതാഗത വകുപ്പ് മന്ത്രി തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ഈ കാര്യം വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. കാരണം ഇത് ബസ്സിന് മാത്രമല്ല, അതുപോലെ തന്നെ ഇനിയിപ്പോൾ വാഹനത്തിലെല്ലാം നിരവധി ആളുകൾ നാട്ടിലേക്ക് വരും, അതുപോലെ തിരിച്ചു പോകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാവും. ഈ എക്സ്പ്രസ് ഹൈവേ വന്നതിന് ശേഷം ഒരുപാട് ഇത്തരത്തിൽ അപകടത്തിന് ശേഷം ഇതിലുള്ള പണവും സ്വർണ്ണവും നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിലെടുക്കണം. ഇത് KSRTC ബസ്സിന് നേരെ, അതായത് നിരവധി സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നതാണ്. അത് എറണാകുളത്തു നിന്നും ബാംഗ്ലൂരിലേക്കായാലും കാസർഗോഡ് നിന്ന് ബാംഗ്ലൂരിലേക്കായാലും കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് അങ്ങനെ ഓരോ ജില്ലകളിൽ നിന്നും ഇത്തരത്തിൽ സർവീസ് നടത്തുന്നുണ്ട്. ഇതെല്ലാം പല ബസ്സുകളും മൈസൂർ വഴി ഇത്തരത്തിൽ ബാംഗ്ലൂരിൽ എത്തുകയാണ്. ഈ രാമനഗര മുതൽ മാണ്ഡ്യ വരെയുള്ള സ്ഥലങ്ങളിൽ കൃത്യമായ നിരീക്ഷണം വേണം എന്ന ആവശ്യം ഉയരുന്നു. ഇത് കൃത്യമായി തടഞ്ഞില്ലെങ്കിൽ വലിയ ആശങ്കയോട് കൂടിയായിരിക്കും രാത്രി യാത്ര, പ്രത്യേകിച്ച് രാത്രി യാത്രയാണ് ഇതിൽ ഏറ്റവും അപകടം ഉണ്ടാക്കുന്നത്. പലപ്പോഴും ആക്സിഡന്റായി കിടക്കുന്ന രീതിയിൽ ആളുകൾ, ഈ ഒരു കവർച്ചാ സംഘങ്ങൾ റോഡിൽ കിടക്കുകയും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത്തരം സാഹചര്യത്തിൽ അവരെ സഹായിക്കാനൊക്കെ രംഗത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരെ ആക്രമിക്കുകയും പിന്നീട് അത് വ്യാജ ആക്സിഡന്റായി മാറ്റി അവിടെ നിന്നും പണവും സ്വർണവും ഒക്കെ കവർ ചെയ്യും. പ്രത്യേകിച്ച് കുടുംബവുമായി സഞ്ചരിക്കുന്നവരെയാണ് ഇവർ ലക്ഷ്യമിടാറുള്ളത്. അങ്ങനെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വഴി ബാംഗ്ലൂരിലേക്ക് നിരവധി തവണ യാത്ര ചെയ്യുന്നവരാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ. അതുകൊണ്ട് തന്നെ നമ്മൾ പോലും പലതവണ ദൃക്സാക്ഷി ആയിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾക്ക്. നമ്മളെ പിന്തുടരുക, ഇരുചക്ര വാഹനങ്ങളിൽ പിന്തുടരുക. അത്തരം സംഭവങ്ങൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾക്ക് വിശ്രമിക്കാൻ തോന്നി ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിശ്രമിച്ചാൽ അവിടെ ഒരു സംഘം ഇരുചക്ര വാഹനത്തിലെത്തും. പലപ്പോഴും ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുമായി ഒത്ത് കളിച്ചാണ് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്ന ആരോപണമൊക്കെ നേരത്തെ ഉയർന്നിരുന്നു. എന്തായാലും ഇതിൽ വളരെ ഗൗരവമായ ഒരു ഇടപെടൽ വേണം. കാരണം ഇത് KSRTC ബസ്സിന് നേരെ തുടർച്ചയായ 2ാമത്തെ അപകടമാണ്. ആദ്യത്തെ അപകടത്തിൽ വലിയ ദുഃഖകരമായ സംഭവം ഉണ്ടായി. ഡ്രൈവറും കണ്ടക്ടറും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇനിയിപ്പോൾ ബസ്സിൽ അങ്ങോട്ട് വലിയ തിരക്കുകളായിരിക്കും ഇനി ഉണ്ടാവാൻ പോവുക. അതുതന്നെയാണ് KSRTC വ്യക്തമാക്കുന്നത്. ബുക്കിംഗ് വരും സമയങ്ങളിൽ വലിയ ബുക്കിംഗ് ഉണ്ട്. അതായത് നിറയെ യാത്രക്കാർ
യാത്രക്കാരുണ്ടാകും. അതുകൊണ്ട് ഒരുപക്ഷെ ഇത്തരം സംഘങ്ങൾ സജീവമായി ഈ ആക്രമണം നടത്തുന്ന അട്ടിമറി സാധ്യത തന്നെയാണ് ഇതിൽ സംശയം ബലപ്പെടുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നും ഈ ബസ്സിന് നേരെ ഇങ്ങനെ മുട്ടിയെറിഞ്ഞ് ഇങ്ങനെ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമില്ല. ബസ് അപകടത്തിൽപ്പെടുത്തുക, ഈ ഡ്രൈവറെ കാഴ്ച മറിച്ച്, അതായത് മുട്ട ഗ്ലാസ്സിലെറിഞ്ഞ് ഡ്രൈവറുടെ കാഴ്ച മറിച്ച് ബസ് അപകടത്തിൽപ്പെടുത്തുക, അത്തരത്തിലുള്ള സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ തുടർച്ചയായ ദിവസങ്ങളിൽ KSRTC ബസ്സിന് നേരെ ഉണ്ടാകുന്നത് ആദ്യമായാണ്. കാറുകളിൽ നിരവധി തവണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരും ഇത് അറിയുന്നതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ അധികവും സഞ്ചരിക്കുന്നവർക്ക് ഇത് പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവർ ഈ വാഹനം ഒരു തരത്തിലും നിർത്താനോ അല്ലെങ്കിൽ വേപ്പർ ഇടാനോ ആ സമയത്ത് ശ്രമിക്കാറില്ല. അതുകൊണ്ട് പലപ്പോഴും തലനാരിഴക്കാണ് രക്ഷപ്പെടുക. ഏതായാലും ഈ ഡ്രൈവറുടെ സന്ദർഭോചിതമായ ഇടപെടൽ, കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു അപകടം തലനാരിഴക്ക് ഒഴിവായതെന്ന് പറയേണ്ടി വരും. എന്നാലും ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തണം. മാത്രമല്ല വരും ദിവസങ്ങളിലും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ നേരത്തെ സറ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മലയാളികൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബംഗളൂരുവിലുണ്ട്. അത് അവർക്ക് യാത്ര ചെയ്യേണ്ട സമയം കൂടിയാണ് ഇപ്പോൾ വരുന്നത്. സുരക്ഷിതമായ യാത്ര അത് KSRTCയിലായാലും സ്വന്തം വാഹനത്തിലായാലും ഉണ്ടാകേണ്ട, ഉറപ്പുവരുത്തേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിന് കൂടിയുണ്ട്. അടിയന്തര ഇടപെടൽ, അത് മാത്രമല്ല വളരെ കൃത്യമായ കാര്യക്ഷമമായ, ഇതിൽ വളരെ ഗൗരവത്തോട് എടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അത്തരത്തിലുള്ള അന്വേഷണം ഉണ്ടാവും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ തുടർക്കഥയാകും, വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം പോവും. അത് ഒഴിവാക്കാനുള്ള നടപടി ഉണ്ടാകണം. പ്രത്യേകിച്ച് ബംഗളൂരു മുതൽ മൈസൂർ വരെ, ഏകദേശം മാണ്ഡ്യ വരെയുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ പതിവായി റിപ്പോർട്ട് ചെയ്യാറുള്ളത്. എക്സ്പ്രസ് ഹൈവേ കൂടി ഇപ്പോൾ വന്നതോടുകൂടി പരിശോധനകൾ, അതായത് പോലീസിന്റെ പരിശോധനകൾ ഉണ്ടാകുന്നില്ല. 25 കിലോമീറ്ററിലാണ് ഇതിൽ എക്സൈറ്റ് ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ പരിശോധന വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഇതിൽ ഒരു അന്വേഷണം നടത്തി ഇവരുടെ യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്ന ആവശ്യം തന്നെയാണ് ഉയർന്നത്. വരുന്ന ദിവസങ്ങളിൽ അത് കർണാടക സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ഇടപെടൽ ഇതിൽ വേണം. അതല്ലാതെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയാൽ ഇതിൽ നീതി ലഭിക്കുക വളരെ കുറവാണ്. നേരത്തെ പല കേസുകളും നമ്മോട് തന്നെ പല ആളുകളും നിരന്തരം ഇത്തരത്തിലുള്ള ഈ ഒരു പരാതി നൽകി പിന്നീട് ഒരു അന്വേഷണം നടക്കാൻ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ തന്നെയാണ് ഇങ്ങനെ കവർച്ചയ്ക്ക് ഇരയാകാറുള്ളത്. പലതരത്തിലുള്ള കവർച്ചകൾ ഈ ഓടുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തി, ആടി വെച്ച് ടയറിലെ കാറ്റ് കളഞ്ഞ് അങ്ങനെ അപകടപ്പെടുത്തി കവർച്ച, അങ്ങനെ പലതരത്തിലുള്ള കവർച്ചകൾ നടന്ന സ്ഥലമാണ്. നേരത്തെ ഉണ്ടായ അനുഭവങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിലെടുക്കണം. പ്രത്യേകിച്ച് KSRTC ഇപ്പോൾ അപകടത്തിൽപ്പെടുത്താൻ ശ്രമിക്കുകയും ഒരു KSRTC ബസ് അപകടത്തിൽപ്പെടുന്ന സാഹചര്യവും ഒരേ സ്ഥലത്ത് നിന്ന് അപകടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഇതിന്റെ സംശയം ബലപ്പെടുകയാണ്. ഈ ബസ്സിന് മുട്ടേറിഞ്ഞ സംഘത്തെ പിടികൂടുന്ന അടിയന്തരമായ നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ KSRTC ഇപ്പോൾ ബംഗളൂരു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സംഭവത്തിൽ ഇതുവരെ ഒരു പ്രതികളെയും പിടികൂടിയിട്ടില്ല. നേരത്തെ വാഹനം നടന്ന August 8 വാഹനം നടന്ന ആ അപകടം നടന്ന ആ വാഹനം അത് കൃത്യമായി ഒരു പരിശോധിക്കണമെന്ന ആവശ്യം കൂടി ഇപ്പോൾ ഈ ഒരു സംഭവത്തോടുകൂടി ഉയർന്നു വന്നിട്ടുണ്ട്. സറ, ശരി, ബൈജു ആണ് വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകിയത്. സുകുമാരൻ നായർക്കെതിരായ ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ NSS ആസ്ഥാനത്തേക്ക് ജാഥ നടത്താൻ നായർ സംരക്ഷണ സമിതി. NSS പതാക ദിനമായ ഒക്ടോബർ 31 മുന്നോടിയായി ആണ് ജാഥ. മന്നം സമാധി എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ജാഥ. NSS തെരഞ്ഞെടുപ്പ് രഹസ്യ ബാലറ്റിലൂടെ നടപ്പാക്കണം എന്നും ആവശ്യം ഉന്നയിക്കും. അതിനിടയിൽ സമാന്തര നീക്കത്തോട് മൗനം പാലിക്കാനാണ് NSS നേതൃത്വത്തിന്റെ തീരുമാനം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീജിത്ത്, സുകുമാരൻ നായർ ഗണേഷ് കുമാർ പോര് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. സുകുമാരൻ നായർക്കെതിരെയുള്ള എതിർ വിഭാഗത്തിന്റെ ഒരു നീക്കമായി പ്രതിഷേധത്തെ നമുക്ക് കാണാൻ സാധിക്കില്ലേ? ഈ ജാഥയെ നമുക്ക് കാണാൻ സാധിക്കില്ലേ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? സറ, തീർച്ചയായും NSSൽ ഒരു സമാന്തര നീക്കം ഉണ്ടാകുന്നു. അത് NSSന്റെ മുൻ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ KB ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫലത്തിലാകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന വിവരം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഗണേഷ് കുമാർ നടത്തിയ പ്രസംഗം, ഇന്നലെ പത്രാപുരത്ത് നടത്തിയ പ്രസംഗം എല്ലാം വളരെ വ്യക്തിപരമായി സുകുമാരൻ നായരെക്കെതിരെ നടത്തുന്ന പ്രസംഗമായി മാറുകയും ചെയ്യുന്നു. അത് കേവലം ഒരു ഗണേഷ് കുമാർ സുകുമാരൻ നായർ തർക്കം എന്നുള്ളതിനപ്പുറത്തേക്ക് NSSലേക്ക് NSSനെതിരെ, നേതൃത്വത്തിനെതിരെയുള്ള അതൃപ്തി പലതരത്തിൽ നേരത്തെ പുകഞ്ഞു വന്നതാണ്. നേരത്തെ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായി, അങ്ങനെ മേജർ രവിയുടെ ഭാഗത്തു നിന്നുണ്ടായി, അങ്ങനെ പലരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഏറ്റവും ഒടുവിൽ അത് KB ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഫലത്തിൽ ഇവരെല്ലാം സംഘടിച്ചുകൊണ്ടൊരു പുതിയ മൂവ്മെന്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രത്യേകിച്ച്
ഈ മന്നം സമാധി തുറന്നു കൊടുക്കണം, അതൊരു ക്ഷേത്രമായി കാണുന്നുവെന്ന് ജി സുകുമാരൻ നായർ പറയുമ്പോൾ ആ ക്ഷേത്രത്തിന് എല്ലാ ക്ഷേത്രങ്ങൾക്കും സമയമുണ്ട്, ആ സമയം പൊതുജനങ്ങൾക്കായി അത് തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് ഇവരുന്നയിക്കുന്ന ആവശ്യം. വൈക്കത്ത് നിന്ന് മന്നം സമാധിയിലേക്കൊരു പുഷ്പാർച്ചന ജാഥ തന്നെ നടത്താനാണ് ഈ സമിതിയുടെ തീരുമാനം. അത് ഒരുപക്ഷെ ഈ ഒക്ടോബർ 31 പതാക ദിനം, അതിന് മുന്നോടിയായി തന്നെ നടത്തുക എന്നതാണ് നടത്തുമെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും സമാന്തര നീക്കങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പല നിരത്തിൽ മുന്നോട്ട് വന്നിരുന്നു, പക്ഷേ ഒന്നിനും കാര്യമായൊരു ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ജി സുകുമാരൻ നായർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് മന്നത്തിന്റെ കാലം മുതൽ തന്നെ ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിരുന്നതാണ്, പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു. ഇത്തരം നീക്കങ്ങൾ നടത്തിയവരെല്ലാം അവസാനിക്കുക മാത്രമാണ് ഫലത്തിൽ ചെയ്തിട്ടുള്ളത് എന്നാണ് ജി സുകുമാരൻ നായർ ചൂണ്ടിക്കാണിച്ചത്, കഴിഞ്ഞ ദിവസം മറുപടി നൽകിയത്. എന്തായാലും അത്തരം ചില മറുപടികൾക്കും ശക്തമായ പോരിനും ഇടയിലാണ് പുതിയ പുതിയ നീക്കങ്ങളുമായി ഈ നായർ സംരക്ഷണ സമിതി എന്ന പേരിൽ പുതിയൊരു സമിതിയും സംഘടനയും തന്നെ രൂപീകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത്. മാത്രവുമല്ല, NSSലെ ജനാധിപത്യമില്ല എന്നുള്ളതാണ് KB ഗണേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചത്, ആരോപിച്ചത്. അതുകൊണ്ട് തന്നെ ആ ആരോപണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള പ്രചരണവും നടത്തുന്നു. പ്രത്യേകിച്ച് ഈ ഓരോ തവണത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അത് രഹസ്യ ബാലറ്റിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും NSSും ഈ NSSുമായി വിരുദ്ധ വിഭാഗം എന്ന നിലയിൽ, അല്ലെങ്കിൽ സമാന്തര നീക്കം നടത്തുന്ന ഒരു വിമത വിഭാഗം എന്ന നിലയിൽ അവർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ കൂടുതൽ കടുക്കുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇത്തരം പരിപാടികൾ വരുന്നത്. പക്ഷേ ജി സുകുമാരൻ നായർ ആദ്യ ദിവസം പ്രതികരിച്ചു. അതിനപ്പുറത്തേക്ക് തനിക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, ഈ താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടത് അടക്കമുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ വിവിധ അഴിമതി ആരോപണങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത് എന്ന മറുപടിയാണ് ജി സുകുമാരൻ നായർ നൽകിയത്. അതിനുശേഷം ഇന്നലെ വീണ്ടും ഗണേഷ് കുമാർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും അതിനോട് പ്രതികരിക്കാൻ ജി സുകുമാരൻ നായർ തയ്യാറായില്ല. പ്രത്യേകിച്ച് ഒരു മൗനത്തിലേക്ക് പോവുകയാണ് ജി സുകുമാരൻ നായർ ചെയ്തത്. കാരണം ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാക്കി ഇത്തരം ശത്രുക്കളെ അവരെ ആ നിലയിൽ വളർത്തേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെയും ഇപ്പോൾ NSSന്റെ നേതൃത്വത്തിലുള്ളവരുടെയൊക്കെ ഒരു വിലയിരുത്തൽ. അതേസമയം തന്നെ വിവിധ താലൂക്ക് യൂണിയനുകളുടെ ഭാഗത്ത് നിന്ന് ഗണേഷ് കുമാറിനെതിരെ വലിയ പ്രതികരണം ഉയർന്നു വരുന്നുണ്ട്. പൊൻകുന്നം താലൂക്ക് യൂണിയൻ, ഒപ്പം തന്നെ കൊട്ടാരക്കര താലൂക്ക് യൂണിയനൊക്കെ ശക്തമായ രംഗത്ത് വന്നിട്ടുണ്ട്. കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ ഗണേഷ് കുമാറിനെ NSSന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ ആ കരയോഗം തയ്യാറാകണമെന്ന ആവശ്യമടക്കം മുന്നോട്ട് വെച്ച് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അങ്ങനെ വിവിധ താലൂക്ക് യൂണിയനുകൾ സുകുമാരൻ നായർക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പോര് കടുക്കുമ്പോൾ സുകുമാരൻ നായർ വീണ്ടും ഏതെങ്കിലും ഘട്ടത്തിൽ ഇന്നോ മറ്റോ പ്രതികരിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായും കാത്തിരുന്ന് കാണേണ്ടത്. കാരണം അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ വേണ്ട എന്നവർ തീരുമാനിക്കുമ്പോൾ ആ നിലപാടിൽ മാറ്റം വരുത്തി ഇത്തരം ആരോപണങ്ങൾക്ക് വിശദമായ മറുപടി ജി സുകുമാരൻ നായർ നൽകുമോ എന്നുള്ളത് തീർച്ചയായും പ്രസക്തമായ കാര്യമാണ്. എന്തായാലും പോര് കൂടുതൽ മുറുകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് സമാന്തര നീക്കം കൂടുതൽ ശക്തമാകുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. അതെ, തീർച്ചയായും ശ്രീജിത്താണ് വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകിയത്. NSS ജനറൽ സെക്രട്ടറിയെ വിമർശിച്ചതിന് പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നതായി നടൻ അനൂപ് ചന്ദ്രൻ. സഹോദരന്റെ ഭാര്യയെ NSS ട്രാൻസ്ഫർ ചെയ്തു എന്നായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പിലെ ആരോപണം. പ്രതികാരം ചെയ്യുന്ന നിങ്ങളുടെ മാടമ്പിത്തരം ഇനി എത്ര നാൾ വേണമെന്ന് NSS സമുദായം തീരുമാനിക്കുമെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു. മല്ലികാർജുൻ ഖാർഗെയെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന സംഭവത്തിൽ കടുത്ത പ്രതിഷേധവുമായി കോൺഗ്രസ്. ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിന് പാർട്ടി ആഹ്വാനം ചെയ്തു. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വൈകിട്ട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കും. സംഭവത്തെക്കുറിച്ച് BJPയും അന്വേഷിക്കുന്നുണ്ട്. ആരോപണ സ്ഥാനത്തുള്ള ശ്രീരാമസേനയുമായി ബന്ധമില്ലെന്നാണ് ഉത്തരാഖണ്ഡ് BJPയുടെ നിലപാട്. അവയവക്കടത്ത് കേസിലെ രണ്ടാം പ്രതി കല്ലത്ര മുഹമ്മദ് നജീബിന്റെ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി. കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് ജാമ്യം നിഷേധിച്ചത്. കുറ്റകൃത്യം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതെന്ന് കോടതി നിരീക്ഷിച്ചു. ഒന്നാം പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലവുമുണ്ട്. MP, MLA ഉദ്യോഗസ്ഥർ എന്നിവരുടെ പേരിൽ വ്യാജ സീലുകളും ലെറ്റർ പാഡുകളും വ്യാജ രേഖകളും നിർണായക തെളിവാണ്. സാമ്പത്തികമായി പിന്നോക്കക്കാരെ ചൂഷണം ചെയ്യുകയുണ്ടായി. ഇരകൾക്ക് ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും കോടതി ചൂണ്ടിക്കാട്ടി.
ഇനിയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി ഉടൻ തന്നെ ഞാൻ തിരിച്ചെത്താം. അച്ചയൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് മോർണിംഗിൽ ഇനി ഒരു ചെറിയ ഇടവേള. അച്ചയൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് മോർണിംഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നോക്കാം നമുക്ക് ബാക്കി വാർത്തകൾ. പ്രതിപക്ഷ ഉപനേതാവ് പദവി ചൊല്ലിയുള്ള കടുംപിടുത്തത്തിൽ നിന്ന് CPI പിന്മാറി. ഉപനേതാവ് പദവിയിൽ തീരുമാനമാകും വരെ മുന്നണി യോഗമോ നിയമസഭാ യോഗമോ ചേരാൻ കഴിയില്ലെന്നുള്ള നിലപാടിലാണ് അയവ് വരുത്തിയത്. മുന്നണി യോഗം ചേരുന്നതിൽ തടസ്സമില്ലെന്നും എന്നാൽ സംയുക്ത നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കേണ്ടെന്നുമാണ് പുതിയ നിലപാട്. ഉപനേതാവ് CPIക്ക് വേണം എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF രാഷ്ട്രീയത്തിൻ്റെ ശരിയും ശക്തിയുമെല്ലാം CPIക്ക് അറിയാം. അതുകൊണ്ടാണ് CPI പറഞ്ഞത് LDFിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകപാർട്ടിയായ CPIക്ക് അസംബ്ലിയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന് ആവശ്യപ്പെട്ടതും ആ കാരണം കൊണ്ടാണ്. ആ നിലപാടിൽ മാറ്റമില്ല. ഇതല്ല ചർച്ച വന്നാൽ ഞങ്ങളുടെ ബന്ധം നല്ല ബന്ധമാണ്. LDFിലെ ഓരോ പാർട്ടിയോടും CPIക്ക് ഉറ്റ ബന്ധമുണ്ട്. ഓരോ പാർട്ടിയോടും ആ ബന്ധമെല്ലാം CPIക്ക് പ്രിയപ്പെട്ട ബന്ധങ്ങളാണ്. CPIക്ക് LDFിൻ്റെ രാഷ്ട്രീയം നല്ലവണ്ണം അറിയാം. CPIക്ക് LDF എന്നാൽ എന്താണെന്നും അറിയാം. CPIക്ക് അക്കാര്യം ആവശ്യപ്പെടാമെന്നും ചർച്ചകൾ തുടരുമെന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി VV അരുണാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അരുൺ, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള കടുംപിടുത്തത്തിൽ നിന്ന് CPIയുടെ ഭാഗത്തു നിന്നും ചെറിയൊരു അയവുണ്ടായിരിക്കുകയാണ്. എന്താണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അരുൺ? പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ തീരുമാനമാകാതെ വിട്ടുവീഴ്ച വേണ്ട എന്ന കടുത്ത നിലപാടിലാണ് CPIയുടെ നേതൃയോഗങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവർ പുറമേ പറയുന്നത് ഒരു കാരണവശാലും അത് പിന്നോട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ നിയമസഭ നിലവിൽ വന്ന ശേഷം ഒരു തവണ പോലും ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷി യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. സംയുക്ത നിയമസഭാ കക്ഷി യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. CPI ഇടതുമുന്നണിയുടെ വിശദമായ ഒരു തെരഞ്ഞെടുപ്പ് അവലോകനവും ഇതുവരെ സാധ്യമായിട്ടില്ല. കാരണം ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കമാണ്. ഉപനേതാവ് സാധാരണ CPM കൈവശം വയ്ക്കുന്ന പദവിയാണ്. ഇത്തവണ തങ്ങൾക്കത് വേണമെന്ന് മാധ്യമങ്ങളോടാണ് ആദ്യം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കിയത്. അത് CPM വലിയ അലോസരമുണ്ടാക്കി. മുന്നണി ചർച്ച ചെയ്ത മുമ്പേ CPMനോട് ആവശ്യപ്പെടും മുമ്പേ മാധ്യമങ്ങളോട് ബിനോയ് വിശ്വം അത് പറഞ്ഞത് ശരിയായില്ല, മുന്നണി മര്യാദയുടെ ലംഘനം എന്ന നിലപാടിലേക്ക് CPM പോയി. അങ്ങനെ രണ്ടു പാർട്ടികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായത് മാറി. മുന്നണി യോഗമോ അതുപോലെ നിയമസഭാ കക്ഷി യോഗമോ ചേരാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. രണ്ട് പാർട്ടികളുടെയും ദേശീയ നേതൃത്വം ഇടപെട്ടിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞത് ഇപ്പോഴും പ്രശ്നം പരിഹരിക്കാനായിട്ടില്ല. പക്ഷേ ഒരു വിട്ടുവീഴ്ച CPI ഇവിടെ ചെയ്യുന്നത് മുന്നണി യോഗം ചേരാം, മുന്നണി യോഗത്തിന് ഇത് തടസ്സമാകണ്ട. കാരണം സർക്കാർ നിരവധി വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി മാറുന്നുവെന്ന് ഇരു പാർട്ടികളും വിലയിരുത്തി തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് നേരിട്ടതെങ്കിലും പതിയെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമായി മാറുകയാണെന്ന് ഇരു പാർട്ടികളും തിരിച്ചറിയുന്നു. അങ്ങനെ വരുമ്പോൾ മുന്നണി യോഗം പോലും ചെയ്യാൻ കഴിയാതെ പലപ്പോഴും പ്രതിപക്ഷ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്തുകൊണ്ട് മുന്നണി യോഗം പോലും ചെയ്യാൻ കഴിയുന്നില്ല? ആ ഒരു പാർട്ടിയാണോ UDF വിമർശിക്കുന്ന ചോദ്യം മുഖ്യമന്ത്രിയിൽ നിന്നും UDF നേതാക്കളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മുന്നണി യോഗം ചേരുന്നതിന് തടസ്സമാകേണ്ട ഈ ഒരു അതൃപ്തി നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നണി യോഗം ചേരാം, പക്ഷേ നിയമസഭാ യോഗത്തിലേക്ക് പോകാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ CPI സ്വീകരിക്കുന്നത്. അതായത് അവർ അവിടെ ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നത് മുന്നണി യോഗം ചേരാം. കാരണം മുന്നണിയുടെ യോജിച്ചുള്ള പ്രക്ഷോഭങ്ങൾ ആവശ്യമുള്ള പല വിഷയങ്ങളുണ്ട്. വിഴിഞ്ഞമടക്കം വിഷയങ്ങൾ ഉയർന്നു വന്നെങ്കിലും അവിടെയൊക്കെ ഇരു പാർട്ടികളും വെവ്വേറെ പ്രത്യേകം യോഗങ്ങൾ ചേരുകയായിരുന്നു. ഇതിൽ കടുത്ത അതൃപ്തി മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കുണ്ട്, ചെറു കക്ഷികൾക്കുണ്ട്. അവരുടെ കൂടി സമ്മർദ്ദത്തിന്റെ ഫലമാണ് ഇപ്പോൾ മുന്നണി യോഗം ചേരുന്നത്. രണ്ടു പാർട്ടികളും അതൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. പക്ഷേ പൊതുവിൽ പറയുമ്പോൾ ഉപനേതാവെന്ന ആവശ്യം
ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് CPI പറയുന്നു. ഉപനേതാവ് നൽകാൻ കഴിയുന്ന നിലപാട് CPM ഉറച്ചു നിൽക്കുന്നു. അതിലൊരു പിന്നോട്ട് പോക്ക് രണ്ടുപേർക്കും പൂർണ്ണമായുമില്ല. പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക് രണ്ട് പാർട്ടികൾ തയ്യാറാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 17-ന് അടുത്ത തിങ്കളാഴ്ച ഇടതുമുന്നണിയുടെ യോഗം ചേരുന്നത്. വലിയ 100 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇടതുമുന്നണി യോഗം ചെയ്തത്. വലിയൊരു ഗ്യാപ്പ് യോഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മുന്നണിയാണ്, പ്രതിപക്ഷ മുന്നണിയാണ്. ആ മുന്നണിക്ക് സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങൾ സമരം ചെയ്യാൻ, പ്രതിഷേധിക്കാൻ കിട്ടിയിട്ടും ഒരു യോജിച്ച പ്രക്ഷോഭത്തിന് പോലും കഴിയാത്ത വിധം മുന്നണി ദുർബലമായി മാറിയത് കടുത്ത അമർഷവും അതൃപ്തിയും മറ്റു പാർട്ടികൾക്കുണ്ട്. ഇരു പാർട്ടികളിലെ ഒരു വിഭാഗത്തിലുമുണ്ട്. അങ്ങനെയാണ് ഈ വ്യത്യസ്ത അഭിപ്രായം മാറ്റിവെച്ചുകൊണ്ട് അതിലെ കടുംപിടുത്തം ഉപേക്ഷിച്ചുകൊണ്ട് മുന്നണി യോഗം തിങ്കളാഴ്ച ചേരാൻ ഇപ്പോൾ ഇടതുമുന്നണിയിൽ ധാരണയായിരിക്കുന്നത്. ശരി, അടുത്ത വാർത്തയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തുടരാം. അരുൺ, വിശാല സംസ്ഥാന സമിതിക്ക് മുന്നോടിയായി നേതൃയോഗം വിളിച്ച് CPM. വിശാല സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനാണ് യോഗം. സെപ്റ്റംബർ 2-3 തീയതികളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് കരട് റിപ്പോർട്ട് തയ്യാറാക്കും. വാർത്തയുടെ വിവരങ്ങളുമായി BV അരുൺ തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അരുൺ, വിശാല സംസ്ഥാന സമിതിയിൽ അതിന് മുന്നോടിയായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സെപ്റ്റംബർ 2-3 തീയതികളിൽ ഇപ്പോൾ നേതൃയോഗം വിളിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? സിറ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലില്ലാത്ത തിരിച്ചടിയാണ് സംസ്ഥാനത്ത് ഇടതുമുന്നണിക്കുണ്ടായത്, CPM-നുണ്ടായത്. ചില ജില്ലകളിൽ ഒരു സീറ്റ് പോലും ലഭിക്കാൻ കഴിയാതെ, മലപ്പുറത്തും എറണാകുളത്തുമൊക്കെ ഒരു സീറ്റ് പോലും ലഭിക്കാൻ കഴിയാതെ പോയി. കണ്ണൂരിലെ പാർട്ടി കോട്ടകളിലടക്കം വലിയ തിരിച്ചടി ഉണ്ടായി, വോട്ടുകളുടെ ഒലിച്ചുപോക്കുണ്ടായി. തിരുവനന്തപുരത്ത് വലിയ കുഴപ്പമില്ലാതെ പിടിച്ചിരുന്നെങ്കിലും അവിടെയും വലിയ നഷ്ടമുണ്ടായി. കൊല്ലത്ത് പ്രശ്നങ്ങളുണ്ട്. ആലപ്പുഴ പാർട്ടിയുടെ വിപ്ലവ മണ്ണെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആലപ്പുഴയിൽ ഒരു കാലത്തും പരാജയപ്പെടുന്ന സീറ്റുകളിൽ തിരിച്ചടി ഉണ്ടായി. അങ്ങനെ സംസ്ഥാനം ഒട്ടാകെ ഇടതുമുന്നണിക്ക് CPM-ന് വലിയ തിരിച്ചടി ഉണ്ടായ തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. അതിന് പിന്നാലെയാണ് നിരവധി തെറ്റുകൾ തിരുത്താനുണ്ട്. ആ തെറ്റുതിരുത്തൽ ചർച്ചകളിലേക്ക് കടക്കാനാണ് CPM പാർട്ടി പ്ലീനം ചെയ്യണമെന്ന അഭിപ്രായം CPM-ന്റെ നേതൃയോഗങ്ങൾ ഉണ്ടായത്. പക്ഷേ പ്ലീനത്തിലേക്കല്ല, പകരം ഒരു വിശാല സംസ്ഥാന സമിതിയിലേക്ക് ആണ് തീരുമാനമെത്തിയത്. കോഴിക്കോട് 13, 14, 15 അടുത്ത മാസം വിശാല സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. അവിടെ സാധാരണ ഇത്തരം സംസ്ഥാന ഉദ്ദേശം തന്നെ തെറ്റുകൾ തിരുത്തലാണ്. അത് സംഘടനാപരമായ തിരുത്തലുകളും അനിവാര്യമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അഴിച്ചുപണി വേണം. സെക്രട്ടേറിയറ്റ് നിർജ്ജീവമായി മാറുന്നു. പ്രധാന വിഷയങ്ങൾ ഇടപെടാൻ കഴിയുന്നില്ല. പല തീരുമാനങ്ങളും തെറ്റിപ്പോകുന്നു. അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രധാനപ്പെട്ട ഘടകമാണ് CPM-ന്റെ. ആ ഘടകത്തിൽ അഴിച്ചുപണി വേണമെന്ന് ആവശ്യമുണ്ട്. പക്ഷേ അത്തരമൊരു പൂർണ്ണ അഴിച്ചുപണിയിലേക്ക് CPM പോകാനിടയില്ല. പകരം ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചില മാറ്റങ്ങൾ വന്നേക്കാം. 1-2 ആളുകളെങ്കിലും മാറ്റി പുതിയ ആളുകളെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാന സമിതിയിലും നേരത്തെ മന്ത്രിമാരായതുകൊണ്ടും മറ്റും സംസ്ഥാന സമിതിയിൽ ഇടം പിടിച്ച വീണ ജോർജ്, R. ബിന്ദു തുടങ്ങിയവരുണ്ട്. അവരെയൊക്കെ ഒരുപക്ഷെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ ആളുകൾ, പ്രായമുള്ള ആളുകൾ, ചില ആളുകളെങ്കിലും ഇപ്പോൾ പ്രായപരിധി കഴിഞ്ഞ് തുടരുന്നുണ്ട്. അവരെ മാറ്റാനിടയുണ്ട്. കൂടുതൽ യുവാക്കളെ കൊണ്ടുവന്നേക്കാം. സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സെൻറ്റർ, AKG സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കൂടുതൽ നേതാക്കളെ തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്നേക്കാം. അത്ര ചില മാറ്റങ്ങൾ കൂടി സംസ്ഥാന സെക്രട്ടറി പോലും മാറണമെന്ന് ആവശ്യമുണ്ടെങ്കിലും അത്തരമൊരു കടുത്ത മാറ്റത്തിലേക്ക് CPM കടക്കില്ല, പൂർണ്ണ അഴിച്ചുപണിയിലേക്ക് കടക്കില്ല. പകരം ഇത്തരത്തിൽ ചെറിയ തോതിൽ അഴിച്ചുപണി മാറ്റങ്ങൾക്ക് CPM സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന സമിതി വിധേയമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ വെക്കേണ്ട റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് CPM ഇപ്പോൾ നേതൃയോഗങ്ങൾ വിളിക്കുന്നത്. സെപ്റ്റംബർ 2-3 തീയതികളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റും 7-8 തീയതികളിൽ സംസ്ഥാന സമിതിയും ചേരും. 4 ദിവസത്തെ നേതൃയോഗം ചേരുകയാണ്. ഈ യോഗത്തിൽ വിശാല സംസ്ഥാന സമിതി അവതരിപ്പിക്കേണ്ട റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് യോഗത്തിൻ്റെ പ്രധാന അജണ്ട. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന സമിതിയിലും മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പ്രാഥമിക ചർച്ചകളും ഒരുപക്ഷെ നടന്നേക്കാം. ആ ചർച്ചകളുടെ മാത്രം അടിസ്ഥാനത്തിലാകില്ല. സംസ്ഥാന സമിതി, വിശാല സംസ്ഥാന സമിതി ജില്ലാ സെക്രട്ടറിമാർ വരെ പങ്കെടുക്കുന്ന പോഷക സംഘടനകളുടെ ജില്ലാ ഭാരവാഹികൾ വരെ പങ്കെടുക്കുന്ന വിശാല സംസ്ഥാന സമിതിയിൽ ഒരു ശക്തമായ ആവശ്യം ഉയർന്നു വന്നാൽ ഈ പല ഇപ്പോഴത്തെ തീരുമാനങ്ങളും പിന്നോട്ട് പോകേണ്ടി വരും. പലതിലും ശക്തമായ നിലപാട് വന്നാൽ അവിടെ ഈ സംഘടനാതലത്തിന് വലിയ മാറ്റങ്ങൾക്കിടെ വച്ചേക്കാം. അങ്ങനെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. ഏതായാലും അതിന് മുന്നോടിയായുള്ള റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ഈ 4 ദിവസത്തെ നേതൃയോഗം CPM തിരുവനന്തപുരത്ത് ചേരുന്നത്. ശരി, VV അരുണാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ S. ശശിധരൻ ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകും. വിജിലൻസ് സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ വ്യക്തതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചത്. എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന വിവരം പോലും റിപ്പോർട്ടിൽ ഇല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. കൊച്ചിയിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഡാനി, ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിൽ അവ്യക്തതയില്ല എന്നുള്ള ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാവാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, ഡാനി?
സിറ റിപ്പോർട്ട് പരിശോധിച്ച കോടതി അവ്യക്തതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് SP ശശിധരനോട് ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇതിൽ നിരവധിയായ കേസുകൾ നിലവിലുണ്ട്. പക്ഷേ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന അത് നാമമാത്രമായ രീതിയിലെന്ന് കോടതി നിരീക്ഷിക്കുന്നു. മുഴുവൻ കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അതിൽ തന്നെയും സമർപ്പിച്ചതിൽ തന്നെയും അവ്യക്തതകൾ നിലനിൽക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നതെല്ലാമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ തവണ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് 17ഓളം കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും 30ഓളം കേസുകളിൽ അതിൽ പ്രോസിക്യൂഷന് കാര്യമാത്രമായ രീതിയിലേക്ക് തെളിവുകൾ കണ്ടെത്താനായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതാണ് ഇതിൽ ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത്. പരാതിക്കാരനായ MS അനിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. കാരണം ഇത് കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. കേസിലൊരു മെല്ലെപ്പോക്കെന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. നിരവധിയായ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുണ്ട്, പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതിന് മാത്രമായ വേഗത ഈ അന്വേഷണത്തിന് ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ കേസ് എന്ന് പറയുന്നത് തന്നെ കുറഞ്ഞ പലിശയ്ക്ക് പണം ഒരു ഭാഗത്തുനിന്ന് സ്വീകരിച്ചുകൊണ്ട് പിന്നീട് ഉയർന്ന പലിശയ്ക്ക് അത് മറ്റുള്ളവർക്ക് നൽകുന്നു, ഒരു മൈക്രോ ഫിനാൻസ് രീതി. അപ്പോൾ ഇതിൽ വ്യാപകമായ രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി ഉയർന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണത്തിലേക്ക് കടക്കുന്നതും അന്വേഷണം പ്രഖ്യാപിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. പക്ഷേ ഈ അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള മുന്നോട്ട് പോക്കം നടന്നിട്ടില്ല എന്നതടക്കമാണ് ഈ പരാതിക്കാരൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതി അടക്കം സമീപിക്കുന്നത്. തുടർന്നാണ് പിന്നീട് ഇതിൽ കുറ്റപത്രം സമർപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പോകുന്നത്. പക്ഷെ അപ്പോഴും ഈ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പോലും മറ്റ് കേസുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ അവ്യക്തത തുടരുന്നു എന്നതാണ് പറയുന്നത്. അതിനൊരു കാരണമായിട്ട് കഴിഞ്ഞ തവണ ഈ SP ശശിധരൻ്റെ റിപ്പോർട്ടിൽ ഉള്ളത് പല കേസുകളിലും കാര്യമായ രീതിയിലുള്ള തെളിവുകൾ കണ്ടെത്താനോ അല്ലെങ്കിൽ അതിന് ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാനോ പ്രോസിക്യൂഷന് കഴിയുന്നില്ല. തെളിവുകളുടെ സമാഹരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതെന്തുകൊണ്ട് എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. അതിനാണ് നേരിട്ട് ഹാജരാകാനായിട്ട് SP ശശിധരനോട് ഹൈക്കോടതി ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം നേരിട്ട് കോടതിയിൽ ഹാജരാകണം. ശരി, അടുത്ത വാർത്തയ്ക്ക് ശേഷം നമ്മൾ തിരികെ എത്താം. ഡാനി, കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ മുൻ ചെയർമാൻ R ചന്ദ്രശേഖരന്റെയും മുൻ MD K രതീഷിന്റെയും അപ്പീൽ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. കോടതി ലക്ഷ്യ ഹർജിയിൽ തങ്ങളെ കക്ഷികളാക്കിയില്ലെന്നും തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവുകൾ പുറപ്പെടുവിച്ചതെന്നുമാണ് ഇരുവരുടെയും അപ്പീലിലെ വാദം. എന്നാൽ ഇരുവർക്കും കോടതിയെ ലക്ഷ്യ നടപടിയിൽ എങ്ങനെ അപ്പീൽ നൽകാനാകുമെന്നും പ്രോസിക്യൂഷൻ അനുമതിയെ നിയമപരമായി നേരിട്ടുകൂടെയെന്നും ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിരുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി ഡാനി പോൾ തന്നെയാണ് നമ്മളോട് ചേരുന്നത്. ഡാനി, എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? രണ്ടുപേരും ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുന്നത് തങ്ങൾക്കെതിരായ ഈ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടും ഈ കോടതി അലക്ഷ്യ ഹർജികളിൽ തങ്ങളെ കക്ഷി ചേർത്തിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുമാണ് രണ്ടുപേരും കോടതിയിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ കോടതി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ കേസിൽ നിങ്ങൾ എങ്ങനെയാണ് പരിഗണിക്കാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. ഒപ്പം തന്നെയും ഈ സർക്കാരിൻ്റേതായ പ്രോസിക്യൂഷൻ അനുമതി നൽകിയിട്ടുണ്ട്. രണ്ടുപേരെയും പ്രോസിക്യൂഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഒരു തുടർ നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഈ CBI അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ നടപടികൾ മരവിപ്പിക്കണമെന്നെല്ലാം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് രണ്ടുപേരും കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ അത്തരം കാര്യങ്ങളിൽ ഒരു മുന്നോട്ട് പോക്ക്, അതായത് ഈ അന്വേഷണത്തെ തടഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോൾ തന്നെയും കോടതി കാര്യങ്ങളിൽ സൂചിപ്പിക്കുകയും ചെയ്തത്. അതിൻ്റെ ഒരു തുടർ നടപടികൾ അല്ലെങ്കിൽ തുടർവാദം എന്ന രീതിയിലേക്കാണ് കേസ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതിൽ ഈ രണ്ടുപേരുടെയും വാദം കോടതി കേട്ടു. അതിനുശേഷം കോടതി കാര്യങ്ങളിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഡാനി പോളാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകിയത്. പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന അർജുൻ ആയങ്കയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തലശ്ശേരി കോടതിയിലാണ് അർജുൻ ആയങ്കയെ ഹാജരാക്കുക. അർജുൻ ഒളിവിൽ കഴിഞ്ഞിരുന്ന തളിപ്പറമ്പിലും പയ്യന്നൂരിലും കഴിഞ്ഞ ദിവസം പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള നിർണായക തെളിവുകളും കണ്ടെത്തിയിരുന്നു. ആയങ്കയെ കോതമംഗലം പോലീസും കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. CIA ഭീഷണിപ്പെടുത്തിയ കേസിലാണ് നടപടി. നേന്ത്രയുടെ വില ഉയർന്നതോടെ ഇത്തവണ ഉപ്പേരി വറുത്തതിന്റെ വിലയും കുത്തനെ കൂടുമെന്ന് ഉറപ്പായി.
മലപ്പുറത്ത് വെളിച്ചെണ്ണയിൽ വറുത്ത ഉപ്പേരിയുടെ വില കിലോയ്ക്ക് 380 രൂപയാണ്. ശർക്കര ഉപ്പേരിയുടെ വിലയിലും വർധനവാണ് ഉണ്ടാകുന്നത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്ക് നോക്കാം. നേന്ത്രക്കായുടെ വില അങ്ങനെ കൂടി വരുമ്പോൾ അത് ഏറ്റവും ആദ്യം പ്രതിഫലിക്കുക വറുത്തുപ്പേരിയുടെ വിപണിയിലാണ്. നമ്മളുള്ളത് മലപ്പുറത്തെ പ്രധാനപ്പെട്ട ഒരു ഷോപ്പിലാണ്. ഇവിടെ വെളിച്ചെണ്ണയിലാണ് ഈ കായ വറുക്കുന്നത്. ഈ നേന്ത്രക്കായുടെ വില കൂടുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വിപണിയെ ബാധിച്ചിരിക്കുന്നത്? ഉപ്പേരി വിപണിയെ നമുക്ക് സാധാരണ എല്ലാ കഴിഞ്ഞ വർഷത്തേക്കാളും ഒരുപാട് മാറ്റമുണ്ട്. ഇപ്രാവശ്യം ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇപ്രാവശ്യം 380 രൂപക്കാണ് 1 കിലോ ശർക്കരപ്പേരൊക്കെ വെക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 360 20 രൂപേൻ്റെ മാറ്റം കിലോത്തിന് ബാധിച്ചിരിക്കുന്നത്. അത് നേന്ത്രക്കായ നല്ല അടിച്ച് കയറി. ഒന്നാമത് നാടൻ നേന്ത്രക്കായ ഇല്ല, രണ്ടാമത് വയനാടിനും ഇല്ല. ഇപ്പോൾ അന്യ സംസ്ഥാനത്തിനാണ് സാധനം വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വില കയറാനുള്ള സാധ്യത. അത് ഈ ശർക്കര ഉപ്പേരിനെയും ബാധിക്കുമോ? തീർച്ചയായിട്ടും ശരിക്കും മാർക്കറ്റിൽ ശരിക്കും ബാധിക്കുന്നുണ്ട്. കോഴിക്കോട് മറ്റുള്ള ജില്ലകളിലൊക്കെ 400 പുറത്താണ് സാധനം വിൽപ്പന. നമ്മളിവിടെ 380 ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ഒരു മാറ്റക്കുറവ് കാരണമാണ് നമുക്ക് 380 നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് മറ്റു ജില്ലകളിലേക്ക് കൊടുക്കുന്നുണ്ടോ? എല്ലാ ജില്ലകൾക്കും നമ്മൾ നേരിട്ട് കസ്റ്റമർക്ക് മാത്രമേ ഉള്ളൂ. ഷോപ്പുകൾക്കൊന്നും കൊടുക്കണില്ല. നേരെ ലൈവല്ലേ, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിട്ട് നേരെ കസ്റ്റമർക്ക് മാത്രം കൊടുക്കുക. ഇനിയിപ്പോൾ വില കൂടാൻ സാധ്യതയുണ്ട്. കാര്യം ഓണം വരാൻ കൂടുകയാണ്. പക്ഷേ ഞങ്ങളെ ശർക്കരപ്പേരിക്ക് ഇതിനും വില മാറ്റം വരില്ല. നേന്ത്രക്കായ ഇനിയും കൂടുകയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് മാർക്കറ്റിൽ ചെന്നപ്പോഴും പറഞ്ഞ് ടൈറ്റാണ്, ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നേന്ത്രക്കായ ഇനിയും കയറും. പക്ഷെ നമ്മളെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കേണ്ട ഈ സാധനം ഏതായാലും ഈ വിലയിൽ തന്നെ നിർത്തും. നേന്ത്രക്കായുടെ വില കൂടും, വെളിച്ചെണ്ണയുടെ വില കൂടും. സ്വാഭാവികമായിട്ടും വല്ലാത്തൊരു വിലക്കയറ്റം വരും മാർക്കറ്റിൽ. വിലക്കയറ്റം തീർച്ചയായിട്ടും വരും, എന്തായാലും വരും. കാരണം വെച്ചാൽ പുറമെ ഈ ഹോൾസെയിലായിക്കാണ്ട് ചെയ്യുന്നവർക്കൊക്കെ സാധനം കിട്ടുന്നില്ല. നേന്ത്രക്കായ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായാലും വിലയിൽ നല്ല മാറ്റം വരും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റീറ്റെയിലിൽ നമുക്ക് 360 കിട്ടിയ സാധനമാണ് ഇപ്രാവശ്യം 400 പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ല വിലയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. എല്ലാത്തിലും ബാധിക്കും. ഇതേപോലെ ഈ അതേ ബനാനയിൽ ഉണ്ടാക്കേണ്ട എല്ലാ സാധനത്തിനും വിലയിൽ മാറ്റം വരും. കാരണം വെളിച്ചെണ്ണയും വില ജാസ്തിയാണ്, പിന്നെ നേന്ത്രക്കായും ജാസ്തിയാണ്. അതാണ് മെയിൻ കാരണം. ഒഴിവാക്കാൻ പറ്റില്ല ഓണത്തിന്. അതെ, ഓണത്തിന് നിർബന്ധമുള്ള 2 സാധനമാണ്. പിന്നെ ഞങ്ങളൊക്കെ പറഞ്ഞാൽ ചുക്ക്, കുരുമുളക്, നല്ലീരപ്പൊടി ഇതൊക്കെ ശരിക്കും ചേർത്തിട്ട് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്തായാലും അതാണ്. നമ്മൾ കസ്റ്റമർ കാലങ്ങളായിട്ടുള്ള കസ്റ്റമറാണ്. അവരെന്നെ നമുക്ക് ഈ എല്ലാ കൊല്ലം വരാനുള്ളത്. അത് ഷോപ്പുകൾക്കൊന്നും കൊടുക്കണില്ല. ഉണ്ടാക്കേണ്ട എല്ലാ സാധനം ഇവിടെ നമ്മളെ നേരിട്ടുള്ള കസ്റ്റമർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇനി ഉൽപ്പാദനം കൂട്ടേണ്ടി വരും അല്ലേ? ഉൽപ്പാദനം ഒരുവിധമൊക്കെ നമ്മൾ ചെയ്തിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്തം സ്റ്റാർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് മൊത്തം ശർക്കര പെട്ടെന്ന് മൊത്തമായിട്ട് പരിപാടിയും ശർക്കരപ്പേരിയും വറുത്തപ്പേരിൻ്റെ പണി മാത്രമായി മാറും. ആണെങ്കിലും വരുന്ന ദിവസങ്ങളിൽ ഇനിയും വില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള വിലയായിട്ടാണ് ഇപ്പോൾ 380 രൂപ കിലോയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ മറ്റിടങ്ങളിൽ, മലപ്പുറത്തിന് പുറമെ മറ്റിടങ്ങളിൽ ഇതിനേക്കാൾ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഉള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇതിലും കൂടാനുള്ള സാധ്യത ഉണ്ടെന്നും ഇവർ വ്യക്തമാക്കുമ്പോൾ ഓണം വിപണി കൈ പൊള്ളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. CV അനുമോദ്, ന്യൂസ് 18. CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. കാലം എത്ര കഴിഞ്ഞാലും അനശ്വരമായി നിലനിൽക്കുന്ന ചില കലാസൃഷ്ടികളുണ്ട്. അത്തരത്തിലൊരു ഗാനം മലയാളികൾ ഏറ്റുപാടി തുടങ്ങിയിട്ട് 70 വർഷത്തോളം പഴക്കമുള്ള ഒരു ഗാനമാണ്. ഞാനൊരു ജെൻസിയാണ്, പക്ഷെ എങ്കിൽ പോലും ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ജെൻസീസിന്, യൂത്തിനൊക്കെ ഇപ്പോഴും ഏറെ പ്രിയപ്പെട്ട ഒരു ഗാനമാണ്. മലയാളി എന്ന നിലയ്ക്ക് ഏറെ നമുക്കൊക്കെ അഭിമാനം തോന്നുന്ന രീതിക്കുള്ള ഒരു കലാസൃഷ്ടി തന്നെയാണത്. അടുത്തതായി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോകാം. കുളത്തൂർ ചിത്തിര നഗർ സ്വദേശികളായ ബിനു സജന ദമ്പതികളുടെ മകൻ അബിൻ ബിനുവിന്റെ ജന്മദിനമാണെന്ന്. അബിന് ന്യൂസ് 18 ജന്മദിനാശംസകൾ. ഇനിയും ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും കഥകളും ഒക്കെയായി നാളെയും രാവിലെ കൃത്യം 7 മണിക്ക് തന്നെ ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നതായിരിക്കും. അച്ചയൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് മോർണിംഗ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ദിസ് ഇസ് സെറാമിയ ഐസൻ സൈനിങ് ഓഫ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.